ഹായ് ഹലോ. ഇന്ന് നമുക്ക് അധികം ഓയിലൊന്നുമില്ലാതെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇപ്പം നമുക്ക് ഇഫ്താറിൻ്റെ ടൈമിലും ഇനിയിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല സിമ്പിൾ ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിക്കാൻ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ ഷെയർ ചെയ്യാൻ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇതാ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് 2 പീസ് ബോൺലെസ് ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ 2 പീസ് ചിക്കൻ വെച്ചിട്ട് നമുക്ക് ഒരു പാക്കറ്റ് ബ്രെഡ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുമേ. അപ്പോൾ അതിലേക്ക് ഞാനിപ്പോൾ ഇതാ ആവശ്യത്തിലുള്ള മല്ലിയില കുറച്ച് അധികം മല്ലിയില ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു സവാള മീഡിയം സൈസുള്ള ഒരു സവാള തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണോളം സോയാ സോസ് ചേർക്കുന്നുണ്ട്. അതിനെ കൂടി നമുക്കൊരു 1/4 ടീസ്പൂണോളം നമ്മൾ ഗരം മസാലയും 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിലുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. വെള്ളമൊന്നും ചേർക്കാതെ നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കുകയും ചെയ്യണേ. ഇതിലേക്ക് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ കുറച്ച് നമ്മൾ ഒറിഗാനോ കൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്താണ് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഒരു 1/4 ടീസ്പൂണും ചേർക്കുന്നുണ്ട്. നേരത്തെ ചേർക്കാൻ മറന്നു പോയതുണ്ട് കേട്ടോ. ഒന്നുകൂടി ഒന്ന് അരച്ചെടുത്തിട്ട് അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ബ്രെഡാട്ടോ. അപ്പോൾ നമ്മൾ ഒരു പാക്കറ്റ് ബ്രെഡ് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ സൈഡ് ഭാഗത്തൊക്കെ ഇതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി കൊടുക്കാം. എന്നിട്ട് നമുക്കിതാ ഇതുപോലെ ആക്കിയിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ സംഭവം ബ്രെഡൊക്കെ നമ്മൾ അതുപോലെ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ആദ്യത്തെ ലെയറായിട്ട് നമുക്കിതാ ഇതുപോലെ ഇങ്ങനെ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ചിക്കൻ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വീണ്ടും ഒരു ബ്രെഡിൻ്റെ പീസ് വെച്ച് കൊടുക്കാം. ടൊമാറ്റോ സോസ് ആക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വെക്കുന്നത് ചീസാട്ടോ. നമുക്കിനി ഇതുപോലെ വെക്കാണ്ട് ഒരു പീസ് ബ്രെഡ് വെച്ചിട്ട് അതിന് നടുക്ക് നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ചിക്കൻ്റെ മസാല മാത്രമായിട്ട് അങ്ങനെയും ചെയ്യാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലും ചെയ്യാം കേട്ടോ. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ. ഇനി നമുക്കിതൊന്ന് 2 സൈഡ് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. അപ്പം നമുക്കിത് ആ ഒരു പാനിലേക്ക് കുറച്ച് ഗീ അല്ലെങ്കിൽ ബട്ടർ ആക്കി കൊടുക്കാം കേട്ടോ. അതിൻ്റെ മുകളിലേക്ക് നമുക്കിതുപോലെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ പീസ് ബ്രെഡും വെച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ. നമ്മൾ ചിക്കൻ വേവിക്കാതെ ചേർത്തതാണ്. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് 2 സൈഡും തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് ആ ഒരു ചിക്കൻ ഒന്ന് കുക്കായിട്ട് വരുന്നത് വരെയും നമ്മളെ ബ്രെഡൊക്കെ ഒന്ന് കളറൊക്കെ ഒന്ന് മാറി ചീസൊക്കെ ഒന്ന് മെൽറ്റായിട്ട് കിട്ടുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ആദ്യം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും അതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടി ഗീ ആക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് ഇതുപോലെ ഇങ്ങനെ പ്രസ്സാക്കിക്കൊണ്ടേ നിൽക്കുക. അങ്ങനെ ആകുമ്പം എല്ലാം കൂടി നന്നായിട്ട് അങ്ങ് ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് പിടിച്ച് കിട്ടിക്കോളും കേട്ടോ ബ്രെഡിലേക്ക്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇനിയിപ്പോൾ ബ്രെഡ് ടോസ്റ്റർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും ചെയ്യാം കേട്ടോ ഇതുപോലെ. അപ്പോൾ ഇതുപോലെ നമ്മളിങ്ങനെ 2 സൈഡും തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പ്രസ്സാക്കി കൊടുക്കുക കേട്ടോ. ആ പൊങ്ങി നിൽക്കുന്ന ബ്രെഡ് നന്നായിട്ട് അങ്ങ് അമർന്ന് പോയിട്ട് നമ്മൾ ഒരു പീസ് ബ്രെഡ് കൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ ഉണ്ടാവുമല്ലോ അതുപോലെ ആക്കിയിട്ടെടുക്കണം കേട്ടോ. നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ പ്രസ്സാക്കി കൊടുക്കുന്നോറും അതിങ്ങനെ അമർന്ന് പോയിട്ട് നന്നായിട്ട് അതിലേക്ക് ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് കിടക്കും കേട്ടോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ടിട്ട് നമ്മൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഏകദേശം 2 സൈഡ് നന്നായിട്ട് ഫ്രൈ ആയിട്ടും വന്നിട്ടുണ്ട്. കളറൊക്കെ മാറിയിട്ടും വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഒരല്പം കൂടി ഗീയൊക്കെ ആക്കി കൊടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതിയേ. അപ്പോൾ ഇപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ടിട്ട് അതിൻ്റെ മുകൾ ഭാഗത്തേക്ക് കുറച്ച് ചീസ് വെച്ച് കൊടുക്കാം കേട്ടോ. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. നിർബന്ധമൊന്നുമില്ല. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മൾ ചീസ് ഇതിലേക്ക് കൂടുതൽ വെക്കുന്നതോറും നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായിട്ട് മുരിഞ്ഞ് വന്ന് ഈ ഒരു ബ്രെഡിൻ്റെ മുകൾ ഭാഗത്തേക്ക് നമ്മളിതാ വീണ്ടും ചീസ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ചില്ലി ഫ്ലെക്സും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ചെറിയ കുഞ്ഞു മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതാണെങ്കിൽ ഇത് വേണ്ട, സ്കിപ്പ് ചെയ്യാം. നല്ല എരിവായി പോകണ്ട. അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ. നമ്മളിതിലേക്ക് വേറെ ഒന്നും എരിവുള്ള ഒന്നും ചേർത്തിട്ടില്ല. അല്ല പച്ചമുളകൊന്നും ചേർത്തിട്ടില്ല. ഒരല്പം കുരുമുളക് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ സംഭവം സെറ്റായിട്ടുണ്ട്. ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും അങ്ങ് നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്താൽ മതി കേട്ടോ. ഒരുപാട് സമയം വെക്കണ്ട. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചീസൊക്കെ നന്നായിട്ട് മെൽട്ടായിട്ട് ആ ഒരു പാത്രത്തിൽ അങ്ങ് ഒട്ടിപ്പിടിക്കും കേട്ടോ. അപ്പോൾ സംഭവം സെറ്റായിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്, നല്ല ക്രിസ്പിയാണ്, അടിപൊളിയാണ്. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ലഞ്ച് ബോക്സിലും കൊടുക്കാം. ഇപ്പം നമുക്ക് ഇഫ്താറിൻ്റെ ടൈമിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നല്ല ടേസ്റ്റി ആയത് തന്നെ കുട്ടികളൊക്കെ കഴിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാക്കിയാൽ ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ പിന്നെ കാണാം. ബൈ, താങ്ക് യു.